ഗൈസരി യോഗത്തിലൊരു സീനുണ്ട്. അതായത് ഇന്നസെന്റ് ഏട്ടന്റെ വീട്ടിലിരുന്ന് ഞാൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇന്നസെന്റ് ഏട്ടനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്, ആനയെ വാങ്ങാൻ പറ്റിയിട്ടില്ല, ഭയങ്കര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കുസൃതി പോലെ റിയൽ ഷോട്ടിൽ നടക്കാൻ, ഇത് പ്ലാൻ ചെയ്തൊന്നുമല്ല, ഞാൻ ഇന്നസെന്റ് ഏട്ടൻ പറയുന്നതനുസരിച്ച് ഞാൻ ഇങ്ങനെ ഒരു ചെടിയിൽ ഇങ്ങനെ അവിടെ നടുവിലൊരു ചെടിയിലുണ്ട്, ഈ ചെടിയിൽ ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് കേട്ടോണ്ടിരിക്കുന്നു, ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നിട്ട് ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഈ ചെടി എന്റെ കയ്യിൽ വന്നു. അത് മൂടോടുകൂടി എന്റെ കയ്യിൽ വന്നു. പിന്നെ എന്റെ ശ്രമം മുഴുവൻ ഇന്നസെന്റേട്ടൻ അറിയാതെ അത് കുഴിച്ചു വെക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്നസെന്റേട്ടൻ അറിയാതെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കുഴിച്ചു വെക്കാൻ ശ്രമിച്ചിട്ട്, ഇത് സംവിധായകൻ പറഞ്ഞതല്ല, സീനിലുള്ളതുമല്ല, ഞാൻ പതുക്കെ ഇങ്ങനെ കുഴിച്ചു വെക്കും. ഇന്നസെന്റേട്ടന്റെ ഒരു വലിയ ആക്ടർ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ? ഇന്നസെന്റേട്ടൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഡയലോഗ് തീർന്നതിന് ശേഷം നീ എന്തായി കാണിക്കണേ, അതും ശ്രദ്ധിച്ച്